മലയാള പ്രൊഫഷണൽ നാടക നടീനടന്മാരുടെ ആദ്യത്തെ സംഘടനയായ ഡാമിന്റെ രണ്ടാം വാർഷിക സമ്മേളനവും പൊതുസമ്മേളനവും നാളെ വടകര ടൗൺ ഹാളിൽ സജ്ജമാക്കിയ PR ലഗേജ് നഗറിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, ഡ്രാമ ആക്ടേഴ്സ് അസോസിയേഷൻ ഇൻ മലയാളം. അത് മലയാള പ്രൊഫഷണൽ നാടക പ്രവർത്തകരുടെ പ്രഥമ സംഘടനയാണ്. നാടക നടീനടന്മാർ മാത്രം ഉൾക്കൊള്ളുന്നൊരു സംഘടനയാണ്. അതിൻ്റെ രണ്ടാം വാർഷികവും സംസ്ഥാന സമ്മേളനം വടകര ടൗൺ ഹാളിൽ വെച്ചിട്ട് നാളെ രാവിലെ 9 മണി മുതൽ ആരംഭിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം വൈകിട്ട് 3 മണിക്കാണ്. ഞങ്ങളുടെ വാർഷികാഘോഷം രാവിലെ 9 മണി മുതൽ തുടങ്ങും. അപ്പോൾ അതിൽ നിങ്ങളൊക്കെ ക്ഷണിക്കാനും അതുകൊണ്ട് എല്ലാ സഹായങ്ങളും സപ്പോർട്ടും ചെയ്യാനാണ് പ്രത്യേകിച്ച് ഈ ഒരു വാർത്താ സമ്മേളനം. അതോടൊപ്പം തന്നെ ഞങ്ങൾ അസംഘടിതരായിട്ടുള്ളൊരു വിഭാഗമാണ് മലയാള പ്രൊഫഷണൽ നാടക നടീനടന്മാർ. അതിൽ കലാകാരന്മാരും അതുപോലെ തന്നെ സാങ്കേതിക പ്രവർത്തകരും മറ്റ് ആളുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരുപാട് സംഘടനകളുണ്ടെങ്കിലും ഇതിനകത്ത് നാടക നടീനടന്മാർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് കേളകം വാഹനാപകടം. കേളകത്ത് വെച്ചിട്ടുണ്ടായ വാഹനാപകടത്തിൽ ഞങ്ങളുടെ 2 സഹോദരന്മാർ മരണപ്പെടുകയുണ്ടായി. ആ സമയത്ത് നാടകത്തിൽ നിൽക്കുന്ന എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി 14 ലക്ഷം രൂപ പിരിച്ചെടുത്ത് അതിന് ഡാം 1 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംഘടിതരായിട്ടുള്ള ആളുകളെല്ലാവരും ഒരു സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നതാണ് ഡാമിൻ്റെ സ്ലോഗൻ തന്നെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നൊരു സംഘടനയാണ്. പിന്നെ ഞങ്ങളുടെ ഒരുപാട് ആളുകൾ മറ്റ് സഹായങ്ങളൊന്നും പല രീതിയിലും ലഭിക്കാത്ത സമയത്ത് പോലും ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള സഹായം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡാമിൻ്റെ ആ വാർഷിക സമ്മേളനം അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളനം എല്ലാം കൂടി ആരംഭിക്കുകയാണ്. നാളെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഇതിൻ്റെ 1ാം വാർഷിക സമ്മേളനം കൊല്ലത്ത് വെച്ചാണ് നടന്നത്, കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ. ഇത് 2ാം സംസ്ഥാന സമ്മേളനമാണ്. ഇത് ഇന്നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമോദ് പയ്യന്നൂരാണ്, പ്രശസ്ത സിനിമ നാടക സംവിധായകൻ. പിന്നെ ചന്ദ്രശേഖരൻ തിക്കോടി പങ്കെടുക്കുന്നുണ്ട്. മുഖ്യാതിഥിയായിട്ട് CR മഹേഷ് MLA വിശിഷ്ട സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്, കരുവാരപ്പള്ളി MLA. പിന്നെ രമേശ് കാവിലാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. പിന്നെ ശ്രേഷ്ഠ പ്രതിഭ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അത് വടകരയിലെ വളരെ കാലങ്ങളായിട്ട് 50ഓളം വർഷമായിട്ട് മലയാള പ്രൊഫഷണൽ നാടക വേദിയിൽ പ്രവർത്തിച്ചു വരുന്ന വടകര വരദ എന്ന് പറയുന്ന നാടകസമിതിയുടെ സംഘാടകനും അതിലെ പ്രധാന നടനും അതുപോലെ തന്നെ സംവിധായകനുമായിട്ടുള്ള ഇപ്പോൾ 74 വയസ്സ് പ്രായമുള്ള ശ്രീ പൗർണമി ശങ്കരനാണ് ശ്രേഷ്ഠ പ്രതിഭ പുരസ്കാരം. അത് ഡാം ഏർപ്പെടുത്തുന്ന 3 വർഷമായിട്ട് കൊടുക്കുന്നതാണ്. ചങ്ങനാശ്ശേരി നടരാജമാഷ്ക്കാണ് ആദ്യ വർഷം, രണ്ടാമത് കൊടുത്തത് സൗദാമിനി അമ്മയ്ക്കാണ്, ഈ വർഷം ശങ്കരേട്ടനാണ്. അത് 11,111 രൂപയും സുജാത മാഷ്, കലാരത്ന ആർട്ടിസ്റ്റ് സുജാത മാഷ് രൂപകൽപ്പന നൽകിയ ഫലകമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, പ്രധാനമായിട്ട് ഞങ്ങളുടെ സുഹൃത്തും ഞങ്ങളുടെ സഹപ്രവർത്തകനായിട്ടുള്ള PR ലഗേജ്. ഈ വടകര ടൗൺ ഹാളിൽ നാളെ താൽക്കാലികമായിട്ടുള്ള പേര് PR ലഗേജ് നഗർ എന്നാണ്. വാർത്ത എന്ന് പറയുന്ന അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ വീണാണ് കഴിഞ്ഞ വർഷം മരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഞങ്ങൾ നാളെ 70,000 രൂപ കൈമാറുന്നുണ്ട്. അത് ഞങ്ങളുടേതായിട്ടുള്ള ഡാമിൽ നിന്ന് സമാഹരിച്ചെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വരുന്നുണ്ട്, മകൻ്റെ സുഹൃത്തും കൂടി നാളെ വരുന്നുണ്ട്. അപ്പോൾ അവരത് കൈപ്പറ്റുന്നതാണ്, അതും കൂടി ചെയ്യുന്നതാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.